ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അതെ ഗൈസ്, പിന്നും കോളേജിലോട്ട് എന്നും കോളേജിൽ പോയി ഞാനും മടുത്തു, നിങ്ങളെ കാണിച്ച് നിങ്ങളും മടുത്ത് കാണും ഉറപ്പായിരിക്കും. പക്ഷേ ഞാൻ ചുരുക്കം ദിവസങ്ങളിൽ ഇപ്പോൾ കോളേജിൽ പോകാറുള്ളൂ ഗൈസ്. അതാണ് ഇപ്പോഴത്തെ കാര്യം. ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് കോളേജിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ ഞാനും കാണി ഈ ഇരിക്കുന്ന കൂള ഏത് ഭീകരനാണ് അത് കൊണ്ടുവച്ചത്. ഞാനും അഞ്ചും കൂടി എന്നും പോകണമൊക്കെ തന്നെ ഇന്നും കോളേജിൽ പോയി. എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. ടീച്ചേഴ്സൊക്കെ വന്ന് കയറിയതേ ഉള്ളൂ. രാവിലെ തന്നെ പിന്നെ വേറെ ഒന്നും നോക്കാതെ പൈസ വാരിങ്ങി വീശി ഗൈസ്. പൈസ നമുക്കൊരു പ്രശ്നമല്ലല്ലോ. കണ്ടില്ലേ, ഫീസും അടച്ച് ഇതേ കിടക്ക് അന്തസ്സായി കിടന്നിറങ്ങുന്നത് വേറെ എവിടെ കാണും നിങ്ങൾ? സത്യം പറഞ്ഞാൽ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു കേസ്. ആകെ ഉണ്ടായിരുന്നത് അഞ്ചുവിൻ്റെ ഒരു തക്കാളി കവർ മാത്രമേ. തക്കാളി എന്ന് പറയുമ്പോൾ ഒരു പച്ചക്കറി കവർ. ഇപ്പോൾ വന്ന് സ്ഥിരമുള്ള പരിപാടി ഇതായി. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ പച്ചക്കറി മേടിക്കുന്നു. ഇതേ കണ്ടില്ലേ, അഞ്ചു ടീച്ചറും വന്നു. ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് കേസ് വീട്ടിലിട്ട് പോണത്. തിരിച്ച് പോണ വഴിക്ക് പെരുമഴ കേസ്, ഒരു രക്ഷയില്ലെന്നു. കടക്കിലെ കണ്ടില്ലേ, ഒരുക്കുന്ന മഴ. വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാനും മാമനും കൂടി നേരെ പോകേണ്ടത് ഞങ്ങളുടെ വണ്ടിയുടെ അടുത്താണ് കേസ്. സംഭവം നമ്മുടെ വണ്ടി കിളിമാനൂർ സർവീസ് സെൻ്ററിൽ കിടക്കുക. ചെറിയൊരു പണിയായിട്ട് വന്നതാണ് കേസ്. സംഭവം വണ്ടിയുടെ ബാറ്ററി വർക്കാവില്ല. അതാണ് ഇപ്പോഴത്തെ പണി. വണ്ടി ഓണാവാത്തതുകൊണ്ട് കുറച്ചാൽ ഇട്ടുന്നതാണ് കേസ്. പിന്നെ അവർ വന്നാൽ വണ്ടി എടുത്തുകൊണ്ട് പോയത്. അവിടെ ചെന്നപ്പോഴാണ് മെക്കാനിക്ക് നമ്മുടെ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അദ്ദേഹം പറഞ്ഞാൽ പുള്ളിക്കാരെ അത്രയും നേരം നോക്കിയിട്ട് ഈ ഒരു ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു നിന്നത്. എന്തരാണല്ലേ, ആ ചേട്ട ഒരു തന്ന ബാറ്ററി ആയിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയതും സെക്യൂരിറ്റിക്കാരൻ എന്നെ വളഞ്ഞിട്ട് പിടിച്ചു. പാവം ആ മാമൻ ഒന്ന് പേടിച്ചു. ഞാൻ വല്ല കളറാണെന്ന് വിചാരിച്ചു. പിന്നെ പുള്ളിയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ ബാറ്ററി ആയിട്ട് നേരെങ്കിൽ പോന്നു. കണ്ടില്ലേ, ഞങ്ങൾ ബാറ്ററി വാങ്ങി കടയിൽ തന്നെ തിരിച്ചു കൊണ്ട് കൊടുത്തു. അവരത് റിട്ടേൺ അയക്കാനെന്നാണ് പറഞ്ഞത്. വാറൻറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ കേസ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഒരു വലിയ പ്രശ്നമായിട്ടൊരു തോന്നിയത്. എന്നാലും സർവീസ് സെൻ്ററിലെ ചേട്ടന്മാർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിഴിയുന്നുണ്ട്. അവരെന്താണെന്നറിയില്ല, ഞങ്ങളെ മാത്രമല്ല എല്ലാവരും പിഴിയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ക്ലൈമറ്റുകളുടെ ഒരു വല്ലാത്തൊരു എക്സ്ചേഞ്ച് ആയിരുന്നു. രാവിലെ പോയപ്പോൾ നല്ല വെയിൽ, ഉച്ചയ്ക്ക് മഴ, വൈകിട്ട് പിന്നെയും വെയിൽ. ഇന്നിനി എങ്ങും പോകണ്ടല്ലോ എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ വിളിച്ചത്. വാടാ, ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകുന്നു. സംഭവം ഇവൻ്റെ പാട്ടേക്കാരൻ. അതോടുകൂടി ശുഭം. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് പിന്നെയും കാണാം ഗൈസ്. അതുവരത്തേക്കും ബൈ.